ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ അപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ സൂപ്പർവൈസറി പോസ്റ്റും അങ്ങനെ കുറച്ച് നിരവധി പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. സോ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ കോൺട്രാക്ട് ബേസിസ് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മാൽപ്പയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ അപ്പോൾ ഇനി ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഏതൊക്കെ പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് സൂപ്പർവൈസർ മെക്കാനിക്കലിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്. ആ 3 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ITI പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ITI പഠിച്ചിരിക്കുന്ന ട്രേഡ് എന്ന് പറയുന്നത് വെൽഡിംഗ് ട്രേഡ് ഓർ ഷീറ്റ് മെറ്റൽ വർക്കർ ട്രേഡ് ഓർ ബെഞ്ച് ഫിറ്റർ ഓർ ഫിറ്റർ ട്രേഡ് ഓർ പ്ലംബർ ട്രേഡ്. ഇപ്പോൾ ഈ ഇത്രയും IT ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ 3 വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയർ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ കൊടുത്തിരിക്കുക ഇനി എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 3 വർഷത്തെ ഡിപ്ലോമ പഠിച്ചവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അതായത് അവർക്ക് 7 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അത് ഈ ഫീൽഡിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അതോടൊപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. സൂപ്പർവൈസറി കപ്പാസിറ്റിയായിട്ട് വർക്ക് ചെയ്തതിൻ്റെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അത് മെക്കാനിക്കൽ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഉള്ളവരാണ് ഈ പറഞ്ഞത്. രണ്ടാമത് വെച്ചാൽ ITI ഈ തന്നിരിക്കുന്ന ട്രേഡ് പഠിച്ചവർക്ക് ഉള്ളവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 15 വർഷത്തെ അവർക്ക് എക്സ്പീരിയൻസ് വേണം. അതും ഈ ട്രേഡിൽ കൊടുത്തേക്കുന്ന ഇത്രയും 15 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സൂപ്പർവൈസറി കപ്പാസിറ്റി ആയിട്ട്. സോ ഇതാണ് ഫസ്റ്റ് മെക്കാനിക്കലിൻ്റെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഉണ്ടാകുന്ന പ്രൊഫഷൻസി, അതായത് അവർക്ക് അഡ്വാൻറ്റേജ് ആണെന്ന് ഓർത്തിരിക്കും. രണ്ടാമത് വെച്ചിരിക്കുന്നത് സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കും. ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 3 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ ITI ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ട്രേഡിൽ IT ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഷിപ്പ് ബിൽഡിംഗ് ഓർ ഷിപ്പ് റിപ്പയർ ഈ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു സൂപ്പർവൈസറി കപ്പാസിറ്റി ആയിട്ട് വർക്ക് ചെയ്ത്. അതുപോലെ തന്നെ ITI പഠിച്ച ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ITI പഠിച്ചവർക്കാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 15 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഈ ട്രേഡിൽ. അതോടൊപ്പം തന്നെ ഈ ഫീൽഡിൽ. സോ അതോടൊപ്പം തന്നെ 3 വർഷത്തെ സൂപ്പർവൈസറി കപ്പാസിറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. ഡിസൈറബിൾ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ്, അത് പ്രയോറിറ്റിക്ക് വേണ്ടിയാണ്. മൂന്നാമത് വിളിച്ചിരിക്കുന്നത് സൂപ്പർവൈസർ പെയിൻറ്റിങ്ങിനാണ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം കെമിസ്ട്രി. ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ 3 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ITI ഈ ട്രേഡിൽ ITI ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതായത് ബാച്ചിലർ ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ 3 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതോടൊപ്പം തന്നെ 2 വർഷത്തെ സൂപ്പർവൈസറി കപ്പാസിറ്റി ഉള്ള എക്സ്പീരിയൻസ് വേണം. ഇനി ITI പഠിച്ചിട്ടാണെങ്കിൽ 15 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 3 വർഷത്തെ സൂപ്പർവൈസറി കപ്പാസിറ്റി ഉള്ള എക്സ്പീരിയൻസ് വേണം. ഇനി സൂപ്പർവൈസർ HC എന്ന് പറയുന്നതാണ്. അത് 3 വർഷത്തെ ഡിപ്ലോമ ഇൻ സ്ട്രീം ഓഫ് എഞ്ചിനീയറിംഗ്, ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ 1 ഇയർ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ്, അതായത് 1 ഇയർ ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് 1 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക്. ഇപ്പോൾ ഈ 2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ എക്സ്പീരിയൻസ് വേണമെന്നാൽ 5 വർഷത്തെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണം ഈ ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ്, ഷിപ്പ്യാർഡ്, മറൈൻ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി ഓർ ഓയിൽ ആൻഡ് ഗ്യാസ് മാനുഫാക്ചറിംഗ് ഇത്രയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 21 ഏപ്രിൽ 2025, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 21 മെയ് 2025 എന്ന് ഓർത്തിരിക്കുക. ഇനി വേക്കൻസി നോക്കുകയാണെങ്കിൽ സൂപ്പർവൈസർ മെക്കാനിക്കൽ ജനറൽ കാറ്റഗറിക്ക് 6 വേക്കൻസി, SCക്ക് 1 വേക്കൻസി, STക്ക് 1 വേക്കൻസി, OBCക്ക് 1 വേക്കൻസി, EWSന് 1 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 10 വേക്കൻസി. രണ്ടാമത് സൂപ്പർവൈസർ ഇലക്ട്രിക്കലാണ് ജനറൽ കാറ്റഗറിക്ക് 2 വേക്കൻസി, SCക്ക് 1 വേക്കൻസി, OBCക്ക് 2 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 5 വേക്കൻസി. പിന്നെ വിളിച്ചിരിക്കുന്ന സൂപ്പർവൈസർ പെയിന്റിംഗ് ആണ്. അവിടെ ജനറൽ കാറ്റഗറിക്ക് 1 വേക്കൻസി, അതുപോലെ OBCക്ക് 1 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സൂപ്പർവൈസർ HSC 1 വേക്കൻസി, ജനറൽ കാറ്റഗറിക്ക് ടോട്ടൽ 1 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. പീരീഡ് ബേസിസിലാണ് നിർത്തിയത്, കോൺട്രാക്ട് ബേസിസിലാണ്. നിങ്ങൾക്ക് ഒരു 5 വർഷത്തെയാണ് കോൺട്രാക്ട് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന പറയുന്നത് മാൽപ്പയിലുള്ള ഉടുപ്പി കൊച്ചി ഷിപ്പ്യാർഡ് മാൽപ്പയിലുള്ള യൂണിറ്റിലേക്കാണ് നിങ്ങൾക്ക് സെലക്ഷൻ, നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ പല പ്രോജക്ട് സൈറ്റിലേക്ക് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുമെന്നും അവർ പറയുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് നോക്കുന്ന സാലറിയാണ്. സാലറി എന്ന് പറയുന്നത് കോൺട്രാക്ട് ബേസിസ് ആണെങ്കിൽ 5 വർഷമാണ്. ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 40,000, സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് 41,000, തേർഡ് ഇയർ നിങ്ങൾക്ക് 42,000, ഫോർത്ത് ഇയർ നിങ്ങൾക്ക് 43,000, ഫിഫ്ത്ത് ഇയർ 44,000 ആണ് എന്നത്. ഇവിടെ ഏജ് ലിമിറ്റ് നോക്കുന്നത് 45 വയസ്സിന് മുകളിലുള്ളവർക്ക് പറ്റില്ല, 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 12 മെയ് 2025 ഇവിടെ ബേസ് ചെയ്തുകൊണ്ട് 1980 മെയ് 13 ശേഷമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ മെത്തേഡ് ഓഫ് സെലക്ഷൻ, ആദ്യം നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. റിട്ടേൺ ടെസ്റ്റ് 20 മാർക്കായിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് 60 മാർക്കിനാണ് ഓർത്തിരിക്കുക. പിന്നെ ഫേസ് 2 എന്ന് പറയുന്നത് PPT ഉണ്ടായിരിക്കും. നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടുള്ള PPT ഉണ്ടായിരിക്കും ഓർത്തിരിക്കുക. ഇനി ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് എല്ലാം 300 രൂപയാണ് കിട്ടുക ആപ്ലിക്കേഷൻ ഫീ. അതോടൊപ്പം തന്നെ SC ST PWD കാൻഡിഡേറ്റിന് ഫീ പേയ്മെൻറ്റ് ഇല്ല. ഓർത്തിരിക്കുക, SC ST PWD കാൻഡിഡേറ്റ് മാത്രമേ ഫീ പേയ്മെൻറ്റ് ഇല്ലാത്തുള്ളൂ. ബാക്കിയുള്ള കാൻഡിഡേറ്റിനെല്ലാം ഫീ പേയ്മെൻറ്റ് ഉണ്ട്, 300 രൂപ. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്കാണ് www.kochinshippyard.in എന്ന് പറയുന്നത്. ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് മാൽപ്പ എന്ന് പറയുന്നത് കരിയർ പേജിൽ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. സോ അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിളിച്ചിരിക്കുന്നത് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. കർണാടകയിലാണ് വിളിച്ചിരിക്കുന്നത്. സോ അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. കോൺട്രാക്ട് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നവർ അപ്ലൈ ചെയ്യുക. താങ്ക് യു.